എല്ലാവർക്കും മമ്മാസ് കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു ഡിഷായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. മിക്കവാറും തന്നെ നമ്മുടെ വീടുകളിൽ ഡിന്നർ ഉണ്ടാക്കുമ്പോഴും അതുപോലെ മീൽസ് ഉണ്ടാക്കുമ്പോഴും ഒക്കെ സൈഡ് ഡിഷായിട്ട് നമ്മൾ റെഡിയാക്കുന്ന ഒന്നാണ് വെജിറ്റബിൾ സാലഡ് അല്ലേ? നല്ല സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റബിൾ സാലഡ്. നമുക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ വന്ന മറ്റൊരു വീഡിയോ കൂടിയാണ്. ഡെയിലി ബേസിസിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് വെജിറ്റബിൾ സാലഡിന്റെ റെസിപ്പി കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞ് സാലഡാണിത്. ഒരുപക്ഷെ നിങ്ങൾ വീടുകളിലൊക്കെ ചെയ്യുന്നതായിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു കുഞ്ഞ് വെജിറ്റബിൾ സാലഡിന്റെ ഒരു കുട്ടി റെസിപ്പി വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കണ്ടു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഡെയിലി ബേസിസിൽ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ദാ റെസിപ്പി വന്നു കഴിഞ്ഞു. സാലഡിനായിട്ട് നമ്മളിത് കുക്കമ്പർ ഇത് ഫുൾ എടുക്കണില്ല കേട്ടോ, ഒരു പകുതി ഹാഫ്. പിന്നെ നമ്മൾ ഒരു ഫുൾ ക്യാരറ്റ് എടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഒരു ഒണിയന്റെ അമ്മ തൊണ്ട് കളഞ്ഞ് രണ്ടാക്കിയതാ, സവോള ഉണ്ടാക്കിയത്. ഒരു ടൊമാറ്റോയുടെ പകുതി മതി. പിന്നെ ഉപ്പ് ചേർക്കണം, കൂടാതെ ലാസ്റ്റ് ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞ് സാലഡിന്. അപ്പൊ നമുക്കിത് കഴുകി ക്ലീൻ ചെയ്തെടുത്തോണ്ട് ഒന്ന് തൊണ്ട് എത്തിയത് അരിയണ കാണിക്കാം. ശരി, ഞാൻ കഴുകിക്കൊണ്ട് വരാം. ശരി. സാലഡ് വെള്ളരി ഞാൻ ഇങ്ങനെ രണ്ടും കൂടെ ചേർത്ത് വെച്ചൊക്കെ അരിയും കേട്ടോ. ഇത് വീട്ടിലരിഞ്ഞു പോകും. രണ്ടായിട്ട് മുറിച്ചിട്ട് അരിഞ്ഞാൽ മതി. സാധാരണ അരിയും പോലെ തന്നെ. അതൊന്നും അരിയണ അത്ര നോക്കാനൊന്നുമില്ല. നൈസായെങ്കിൽ അത്രയും നല്ലത്. നൈസായിട്ടിരിക്കണം, അതാണ് നല്ലത്. കാണിച്ചു തരാം. എത്ര നൈസാവാവോ അത്രയും നല്ലതാണ്. നമുക്ക് ഇതിലരിയാം, ഗ്രേറ്ററിലരിയാം. ആദ്യം ഇങ്ങനെ ഒന്ന് മുറിക്കണം. അല്ലെങ്കിൽ പിന്നെ ഒത്തിരി വീതിപ്പാട് കിടക്കണം റൗണ്ടായിട്ട്. അത് കൂടുതൽ ഈ ഷേപ്പിൽ തന്നെ അരിയുക നല്ലത്. കാണിച്ചു തരാം. ഒരു പീസ് എടുത്തിട്ടല്ലേ ആദ്യം? ഒരു പീസ്. താഴെ വീണ് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഇച്ചിരി മാറ്റിക്കല്ലെങ്കിൽ നമ്മുടെ കൈ മതി. കാണാൻ പറ്റൂല അങ്ങനെ കൈകളൊക്കെ നടുക്കുള്ള ബ്ലേഡിൽ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ പറ്റില്ലേ, ഇങ്ങനെ കുരുന്ന് ചിരണ്ടി വീടും പോലെ വരും. ഈ ബ്ലേഡ് ഇങ്ങനെ അരിയാനുള്ളതാണ് സാലഡിലേക്ക്. കണ്ടോ നമ്മുടെ ക്യാരറ്റ് അരിഞ്ഞത്? സാലഡിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് നല്ല നൈസായിട്ട് നമ്മൾ ആ ഗ്രേറ്ററിൽ അരിഞ്ഞതാണിത്. നല്ല രസമായിട്ട് കിടപ്പുണ്ട്. ഇതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് കടിക്കാനും ഒക്കെ ഉണ്ടാവും. കുരുകുരാന്നും അല്ല, എന്നാൽ അത്യാവശ്യത്തിന് കണ്ട വലിപ്പവും ഉണ്ട്. ഒത്തിരി കട്ടിയും ഇല്ല. ആവശ്യത്തിന് കടിക്കാൻ പാകത്തിനുള്ള തിന്നായിട്ടുള്ള ഒരു പീസായിട്ട് നമുക്ക് കിട്ടും. ഒരു സവോള നമ്മളിത് രണ്ടായിട്ട് തൊലി കളഞ്ഞ് കട്ട് ചെയ്തതാണ്. ഇനി നമ്മൾ ഒരേ പീസ് എടുത്ത് വേണം ചെയ്യാൻ കേട്ടോ. അതും അതിനകത്ത് തന്നെ, ആ ബ്ലേഡിൽ തന്നെ. കണ്ടോ, നമ്മുടെ സവാള നല്ല നൈസായിട്ട് നമുക്ക് അരിഞ്ഞു കിട്ടി. ടൊമാറ്റോ നമ്മൾ ഇതേപോലത്തിന്റെ ഹാഫ് ആട്ടോ എടുത്ത് അത് നമ്മൾ കൈ കൊണ്ട് തന്നെ നൈസായിട്ടങ്ങ് അരിഞ്ഞാൽ മതി. വേണമെങ്കിൽ ചോപ്പറിലും അരിയാം. ചോപ്പറിൽ അരിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ടൊമാറ്റോ കിട്ടാൻ തളർന്നിരിക്കുന്ന സാധനമല്ല, അങ്ങനെ സ്റ്റിഫായിട്ടിരിക്കുന്ന ചോപ്പറിൽ അരിയാൻ പറ്റുള്ളൂ. ഈ പച്ചമുളക് എടുത്ത ഒന്നിന്റെ പകുതി ആട്ടോ ചേർക്കണോളൂ. ഭയങ്കര എരിവാ, നമുക്കുണ്ടായ പച്ചമുളകാണ്. ഇതിങ്ങനെ ഇച്ചിരി ചേന്തി അങ്ങ് അരിഞ്ഞ് ചേർത്താൽ മതി. ഇത് മതി. എരിവ് കൂടിപ്പോയാൽ പറ്റൂല, സാലഡ് തിന്നാൻ പറ്റൂല. ഇപ്പം എല്ലാ അരിവുകളും കഴിഞ്ഞ് നമുക്ക് മിക്സ് ചെയ്യാം. ആദ്യം നമ്മൾ ഇതിൽ സ്വല്പം സാലഡ് വെള്ളരിയിൽ സ്വല്പം ഉപ്പ് ചേർത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ടൊമാറ്റോയും ക്യാരറ്റും കൂടെ അങ്ങ് മിക്സ് ചെയ്യാം. ഉണിയൻ അവിടെ ഇരിക്കട്ടെ, ഉണിയന് വേറൊരു പണിയുണ്ട്, പറഞ്ഞു തരാം. ഇത് രണ്ടും കൂടെ അങ്ങ് ചേർത്തു. മുളക് അതിലരിഞ്ഞ് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. കുറച്ച് മുളകായിട്ട് ഇട്ടിട്ടുള്ളൂ. മുളക് ആവശ്യാനുസരണം വേണ്ടവർക്ക് ഇത് ഇഷ്ടം ചെയ്യാം. നമുക്ക് 2 കുരുമുളകും കൂടെ ചതച്ച് ചേർക്കണം. ഇതിൽ കുരുമുളക് ചേർക്കണം. കുരുമുളകിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇവൻ ഇവിടെ സെറ്റ് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇല്ലേ സവോളയിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് ഞരടണം.
എന്തിനാന്ന് വെച്ചാൽ സവോളയ്ക്കൊരു എരിവുണ്ടല്ലോ സ്വതവേ, ആ എരിവ് കളയാനായിട്ട് നമ്മളിത് ഉപ്പ് ചേർത്ത് ഇങ്ങനെയൊന്ന് ഞരടിയിട്ട് നമ്മൾ സ്വല്പം വെള്ളം ഒഴിച്ചൊന്ന് കഴുകണം. ചിലർ വെള്ളം ഒഴിക്കൂല. വെള്ളം ഒഴിച്ച് ഞരടി കഴിഞ്ഞാൽ കൂടുതൽ എരിവുള്ളതാണെങ്കിൽ കംപ്ലീറ്റ് എരിവ് പോയി കിട്ടിക്കോളും. എരിവ് കുറവുള്ള സവോളയാണെങ്കിൽ ഇതേ ഇങ്ങനെ പിഴിഞ്ഞാൽ മതി. അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടും പിഴിയണോ? വെള്ളം ഒഴിച്ച് ഒരു സ്വല്പം വെള്ളം തളിച്ച്, ഇതിപ്പോൾ വെള്ളം തളിക്കേണ്ട നമുക്ക് ഇങ്ങനെ അങ്ങ് പിഴിഞ്ഞാൽ മതി. കണ്ടോ? എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മിക്സിങ് കണ്ടോ? പിന്നെ നമുക്ക് ചെറുനാരങ്ങാ നീര് ചേർക്കണം. ഇത് കണ്ടോ, ഇത് ഇത്രയും ചൂരായിരുന്നു. നമുക്ക് നാരങ്ങാ നീര് സ്വല്പം ചേർക്കാം. ചേർക്കാം. കുരുമുളക് ചതച്ച് ചേർക്കാം കേട്ടോ ലാസ്റ്റ്. നിറഞ്ഞ പിഴിഞ്ഞോളൂ. ഹായ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. കളർഫുള്ളാണ്. ഇത് മതിയാവും, ഇത്രയല്ലേ ഉള്ളൂ. നാരങ്ങയുടെ ഒരു കാവി ഉണ്ടത് മാറ്റട്ടെ കേട്ടോ. നല്ല രസമാട്ടോ കാണാൻ. നമുക്ക് ഞാൻ 2 കുരുമുളക് ചതച്ചെടുത്തോണ്ട് വന്ന ഇതിവിടെ നമുക്ക് ഫുഡ് കവർ വെച്ച് കവർ ചെയ്ത് വെച്ചേച്ച് പൂരി ചൂടാം. പൂരി തയ്യാറാക്കി വെച്ച് വന്ന് ഇത്, അല്ലെങ്കിൽ പിന്നെ അത് പരത്തി വെച്ചേക്കുമല്ലേ, പിന്നെ നമുക്ക് പരിപാടി സെറ്റ് ചെയ്യാം. ഒരു മുടി വെക്കട്ടെ കേട്ടോ. കുരുമുളക് കൂടെ ചതച്ചിട്ടേച്ച് പോവാം. 2 കുരുമുളകുള്ളൂ ഇതേ ചതച്ചത് ഇതിലേക്ക് ചേർത്ത്. ഓൾറെഡി പച്ചമുളക് ഇട്ടതുകൊണ്ട് എരിവുണ്ടാവും. പിന്നെ കുരുമുളകിൻ്റെ ഒരു സ്മെല്ല് ഒരു പ്രത്യേകതയുള്ളതല്ലേ, ഒരു സ്മെല്ലല്ലേ, അതുകൊണ്ട് ഞാൻ ചേർത്തതാണ്. ഇനി നമുക്കിത് മൂടി വെച്ചേച്ച് പൂരി ഉണ്ടാക്കാനായിട്ട് പോവാം. സാലഡ് റെഡി. പറഞ്ഞില്ലേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇനി എല്ലാ ദിവസവും നമുക്കിനി വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കാം. ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.